യെസ്, എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട് മിഠായി തെരുവിൽ നിന്നും. അനീഷ്, ജനങ്ങളിലേക്ക് ഈ സർക്കാരിൻ്റെ തീരുമാനം എത്തിയോ എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഒരു പക്ഷേ അവർ കാടകളിൽ വന്ന് വിലക്കുറവ് അന്വേഷിക്കുന്നവരുണ്ടോ? ഇന്നു മുതൽ വിലക്കുറവെന്ന് പ്രതീക്ഷിക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചെറുകിട ഷോപ്പുകളിലേക്ക് ഈ വിലക്കുറവ് എത്തണമെങ്കിൽ അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടി വരും. പുതിയ സ്റ്റോക്കൊക്കെ എത്തേണ്ടി വരും. പക്ഷേ വലിയ മാളുകളിലും മറ്റും ഇതിനകം തന്നെ പരസ്യ ബോർഡുകൾ അടക്കം സ്ഥാപിച്ചു കഴിഞ്ഞു. വിലക്കുറവ് ഇന്നു മുതൽ എന്ന പ്രഖ്യാപനം അവർ നടത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ ഇരുചക്ര വാഹന ഉടമകളും ഉൽപ്പാദകരുമൊക്കെ അവരുടെ പരസ്യങ്ങളൊക്കെ ദിവസം മുതൽ നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു പ്രകടനം ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ടോ? ജനങ്ങൾ ഈ വിലക്കുറവ് അന്വേഷിച്ചെത്തുന്നവരുണ്ടോ? നമുക്ക് കടക്കാരോട് തന്നെ ചോദിക്കാം. ഈ പുതിയ GST നിരക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ GST നിരക്കിൽ സാധനങ്ങൾ ആവശ്യപ്പെട്ട ആളുകൾ തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ GST മാറ്റത്തെക്കുറിച്ച് ആളുകൾ അത്ര ബോധവാന്മാരാണോ? ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് അതിനെക്കുറിച്ച് ഇന്നിപ്പോ നിലവിൽ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ രാവിലെ കട തുറന്നിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ആളുകൾ എൻക്വയറി ഒന്നും വന്നിട്ടില്ല. അപ്പോ അതിനെക്കുറിച്ച് നമുക്കും അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു പിക്ചർ ഇങ്ങനെ കിട്ടി വരുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ ഈ തുണിക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഇത്? നമുക്ക് ഓൾറെഡി ഇപ്പൊ വലിയൊരു മാറ്റം വരുന്നില്ല. കാരണം 5% GST ആണല്ലോ. പിന്നെ വരുന്ന 12% ആയതിൽ ഒരു 5% മനസ്സാവുന്നതാണ്. പിന്നെ 2500 രൂപന്റെ മുകളിൽ വരുന്നതിനാണ് GST കൂടുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ കറക്റ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലായിട്ട് അങ്ങ് പോവാണ്. അതെ അതെ. ഒരാൾക്ക് എത്ര രൂപ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്? ഒരാൾ ഒരു തുണി വാങ്ങാൻ വന്നാൽ എത്ര രൂപയുടെ ഒരു ഏകദേശം 2000 രൂപന്റെ 2000 രൂപന്റെ സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപന്റെ അടുത്ത ഒരു മാറ്റം വരും എന്നുള്ളതാണ് ഒരു. അതെ 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 അതെ. നിലവിലെ ശതമാനം അതായത് വലിയ ഒരു 2000ന്റെ ആ ഒരു എമൗണ്ടിൽ വരുന്ന തുണി വാങ്ങുന്ന ആളുകൾക്കുള്ള ആ ഒരു മാറ്റം. മറ്റേത് സാധാരണ മാതിരി തന്നെ 5% എന്നുള്ളത് 5% തന്നെയാണല്ലോ. പിന്നെ സാധാരണക്കാർ കൂടുതലും 2000 താഴെയൊക്കെ ആയിരിക്കും. അതെ 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 അതെ. എന്തെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിലാണ് എന്തെങ്കിലും കല്യാണം അങ്ങനെയുള്ള എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ 2000ന്റെ മുകളിലേക്കുള്ള പർച്ചേസ് വരുള്ളൂ അധികം. ആളുകൾ ചുരുക്കം പറഞ്ഞാൽ അറിഞ്ഞു വരുന്നുള്ളൂ. നിങ്ങൾക്ക് പോലും മനസ്സിലായി വരുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ ഉള്ളത് എന്താ പറയാ, ഒന്ന് ക്ലാരിഫിക്കേഷൻ ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും കച്ചവടത്തിന് മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് അദ്ദേഹം സാധാരണക്കാരൻ ഒരു കച്ചവടക്കാരനാണ്. GST രജിസ്ട്രേഷനുള്ള കച്ചവടക്കാരനാണ്. നിലവിൽ ഒരു 2000 രൂപയുടെ തുണി വാങ്ങുമ്പോൾ ഒരാൾക്കൊരു 100 രൂപയുടെ മാറ്റം വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 2500 മുകളിലുള്ള തുണി വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം അവിടെയും വരും. ഈ സാധാരണക്കാരായ ആളുകൾ മാധ്യമങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും അത്ര ബോധവാന്മാരല്ല. അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ കുറയും എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ല. ചേട്ടാ, ഈ GSTയുടെ നിരക്കുകൾ കുറയുകയാണ് ഇന്ന് മുതൽ. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇതാണ് ആളുകൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഈ GST നിരക്കുകളൊക്കെ ഇന്ന് മുതൽ കുറയുമെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി. യാതൊരു ഐഡിയ ഇല്ല. ഒന്നും അറിയില്ല. എന്തൊക്കെ കുറയുമെന്ന് കൂടുന്നൊന്നും അറിയില്ല. എന്തൊക്കെ ഇലക്ട്രിക് വെഹിക്കിളിന് കൂടുന്നുണ്ട്, കുറയുന്നതൊക്കെ അറിയുന്നുണ്ട്. സാധനങ്ങളുടെ ആരും ഒന്നും അറിയില്ല. ഇതാണ് സജിത്ത്. പലർക്കും ഈ ഒരു ബോധം, അതായത് എങ്ങനെയാണിത് GST നിരക്കുകൾ ഇന്ന് മുതൽ കുറയുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതെങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നു? കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യും. ഇപ്പൊ ഒരു വണ്ടി എടുക്കുന്നവർക്ക് വണ്ടിന്റെ കുറച്ച് കാശൊക്കെ കുറഞ്ഞു കിട്ടും. അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വില കുറയും. അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. സമയം എടുക്കും. എന്തായാലും കുറിച്ച് കൂടുതൽ മനസ്സിലായി തുടങ്ങുന്നില്ല. എവിടെയൊക്കെ കുറയും കൂടും ഒരു പിടികിട്ടി തുടങ്ങിയിട്ടില്ല. അതെ അതെ അതെ. കാരണം അത് കുറച്ച് സമയം, ഇറ്റ് വിൽ ടേക്ക് ടൈം. കുറച്ച് സമയം എടുക്കും. എന്തായാലും വലിയ സാധനങ്ങളൊക്കെ വാങ്ങും. കുറച്ച് അതിനുപോലെ ഈവൻ കാർ മേടിക്കുന്നവരൊക്കെ CC ഒക്കെ ഉണ്ട് തോന്നുന്നു. 1.2 1.6 അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. പക്ഷെ ഫൈനലി കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. വീടുണ്ടാക്കുന്ന ഒരാൾക്ക് അതെ, ഗുണം ചെയ്യും. സിമെന്റ്, അതെ സിമെന്റ് കുറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറയും. പക്ഷെ അറിയില്ല ഇനി എന്താണ്, വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്കറിയില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സജിത്ത്. ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അത്ര ഒരു ബോധ്യം വന്നിട്ടില്ല. എന്തൊക്കെ വില കുറയും, അവർക്ക് എന്തായാലും ബൈക്കിന് വില കുറയുമെന്ന കാര്യമൊക്കെ പലർക്കും അറിയാം. അല്ലെങ്കിൽ വലിയ കാറുകൾക്ക് വില കുറയും എന്നറിയാം. മറിച്ച് എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറയും, അതേത് രീതിയിലാണ് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് പലർക്കും കൃത്യമായൊരു അറിവില്ല. കച്ചവടക്കാർക്ക് പോലും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയായി വരുന്നതേ ഉള്ളൂ. GST നൽകുന്ന ആളുകൾക്ക് പോലും കൃത്യമായൊരു ധാരണ ആയിട്ടില്ല. എന്തൊക്കെയാണ് ഇനി വരുന്നത് എന്നത് വരും ദിവസങ്ങളിലെ വ്യക്തമാവും എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും കച്ചവടത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ ശേഷി നൽകുന്ന രീതിയിലുള്ള ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ എത്തിയതെന്ന് എല്ലാവരും നിസ്സംശയം പറയുന്നുണ്ട്. സജിത്ത്.
ഈ പുതിയ GST വന്നതോടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു മേഖല അത് ലോട്ടറിയാണ്. ലോട്ടറി നികുതി 28% നിന്നും 40%ആയിട്ടാണ് വർദ്ധിപ്പിച്ചത്. ലോട്ടറി വില വർദ്ധിപ്പിക്കാത്ത സമ്മാനത്തുകയിൽ മാറ്റം വരുത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഫലത്തിൽ ഇത് സർക്കാരിൻ്റെ വരുമാന നഷ്ടമായി വരുന്നു എന്നതാണ് സാഹചര്യം. ലോട്ടറി കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മേഖലയാണ്. സാധാരണ രീതിയിൽ ഈ നികുതിയിലെ വർധനവ് ലോട്ടറികൾ വർധനവ് വരുത്തി വേണം സർക്കാരിന് മറികടക്കാം. പക്ഷേ ആ തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന് വേണം ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുക. എന്തായാലും ഈ മേഖലയിലുള്ളവർ വലിയ ആശങ്കയിലാണ്. എന്താണ് അവരുടെ ആശങ്ക നോക്കാം. ലോട്ടറിയുടെ നികുതി ഉയരുന്നതാണ് സംസ്ഥാനത്തെ ആശങ്കയില്ല. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമ മാർഗങ്ങളിലൊന്നാണ് ലോട്ടറി വിൽപ്പന. അത് ലോട്ടറി വിൽപ്പന എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് പൊതുവിലുള്ളത്. നേരത്തെ ഈ GST നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോട്ടറി വ്യാപാരികളും ഒക്കെ വലിയ കച്ചവടക്കാരുമൊക്കെ വലിയ സംശയങ്ങളും ആശങ്കയുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തത്. ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അത്ര എളുപ്പം ലോട്ടറിയുടെ വില കൂട്ടാൻ സർക്കാരിന് കഴിയുകയുമില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പാണ് ലോട്ടറി വില വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് വീണ്ടും അത്തരത്തിൽ വർദ്ധിപ്പിച്ചാൽ കച്ചവടം കുറയുമെന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മെയിലാണ് 40 നിന്ന് 50 രൂപയിലേക്ക് 10 രൂപ ലോട്ടറിയുടെ ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചത്. വീണ്ടും വർദ്ധിപ്പിക്കുന്നത് വിൽപ്പനയെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ആശങ്ക. അതുകൊണ്ടാണ് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഏജന്റ് കമ്മീഷൻ കുറച്ചും അതുപോലെ തന്നെ സമ്മാനങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വരുത്തിയുമാകും ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും നിലവിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കേണ്ടത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ലോട്ടറിയുടെ ഈ GST കൂടിയൊക്കെ അറിഞ്ഞായിരുന്നു. എങ്ങനെയാണ് അറിഞ്ഞില്ല. നിലവിലുള്ളതാണെങ്കിൽ എല്ലാ ആൾക്കാരും എടുക്കും. ഇനി ഇതിൽ 1 രൂപ കൂടിയാലും പ്രൈസ് കുറച്ചാലും എന്നെ പോലുള്ളവരെല്ലാം ആരും എടുക്കില്ല എന്നുള്ള തീരുമാനമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ 2000-3000 രൂപയ്ക്കൊക്കെ സെറ്റ് എടുക്കണം, സാധനം ടിക്കറ്റ് എടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ 1 രൂപ കൂട്ടിയാൽ ഇപ്പൊ തന്നെ 5000 പ്രൈസ് കൂട്ടില്ല എന്ന് പറയുന്നു. ഏജന്റുമാരുടെ കമ്മീഷൻ സമ്മാനത്തിന്റെ എണ്ണം സമ്മാനത്തിന്റെ എണ്ണം കുറച്ചാലും എടുക്കില്ല ആരും. എന്ന് വെച്ചാൽ 5000-ലൊക്കെ ഇപ്പൊ 18 പ്രൈസ് ഉണ്ട്. അതൊക്കെ 25 ആക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും 5 ടിക്കറ്റ് എടുക്കണവരിപ്പോ 2 എണ്ണം എടുക്കണം. അപ്പൊ പ്രൈസ് 5000-ല് 18 എന്നുള്ളത് 25 ആക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അത് ആക്കില്ല. എന്നിരുന്നാലും ഇപ്പൊ ഇതിനെക്കാട്ടി ഇനിയിപ്പോ പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ ഈ GST കൂട്ടിയില്ലെങ്കിലും ആൾക്കാർ കച്ചവടത്തിൽ ടിക്കറ്റ് എടുക്കാൻ കുറയും. ഇത്ര ഒരു പ്രതിസന്ധി തന്നെയാണുള്ളത്. ലോട്ടറിയുടെ വില കൂട്ടിയില്ലെങ്കിൽ പോലും സമ്മാന ഘടനയിൽ മാറ്റം വരുത്തുമ്പോൾ സമ്മാനങ്ങളുടെ എണ്ണം താൽക്കാലികമായിട്ട് ഇപ്പോൾ സർക്കാർ തിരുവോണം മെമ്പറൊക്കെ വലിയ രീതിയിൽ വിറ്റുപോകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ രീതി സർക്കാർ വില കൂട്ടാതെ നോക്കുന്നത്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വില കൂട്ടാൻ സർക്കാർ ശ്രമിച്ചേക്കാം. അല്ലാതെ പിടിച്ചെടുക്കുക എത്രത്തോളം എളുപ്പമെന്ന കാര്യത്തിലാണ് ആ സംശയം സർക്കാർ തന്നെയുള്ളത്. ഏതായാലും നിലവിൽ ലോട്ടറിയുടെ വില കൂട്ടില്ല. ഈ കമ്മീഷൻ ഏജന്റ് കമ്മീഷനും അതുപോലെ തന്നെ ഈ സമ്മാന ഘടനയിലും എണ്ണത്തിലും ചെറിയ മാറ്റം വരുത്തിയാണ് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. GST പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നോക്കാം. പ്രസക്തമാണ്. കാരണം നികുതിയിൽ ഉണ്ടാകുന്ന കുറവ് ജനങ്ങളെ എങ്ങനെ ബാധിക്കും, ജനങ്ങളുടെ പ്രതീക്ഷകൾ അതെങ്ങനെയാണ് നോക്കാം. ഞങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ 18% ടാക്സ് ഒഴിവാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് വളരെ സഹായമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം പ്രീമിയം 18% കുറയുകയാണ്. മൊത്തത്തിൽ ഈ ടാക്സ് കുറയുന്നതുകൊണ്ട് വാഹനങ്ങളെ വില കുറഞ്ഞു. അതേപോലെ ഒരുപാട് കൺസ്യൂമർ ഇതിലെല്ലാം കുറവ് വരുന്നതുകൊണ്ട് ജനങ്ങൾക്കതൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. കുറേ കാലമായിട്ട് നമ്മളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 6.25% ടാക്സ് ഉള്ള സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചത് നോക്കുമ്പോൾ ഇന്ന് 18% GST എന്നുള്ളത് ഒഴിവായി